നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. വളരെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പേഷ്യൻസ് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർ ഡെൻറ്റൽ ബ്രിഡ്ജ് ആണോ നല്ലത്, ഡെൻറ്റൽ ഇംപ്ലാന്റ് ആണോ നല്ലത് എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഈ ഡെൻറ്റൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻറ്റൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് മിസ്സിംഗ് ആയിട്ടുള്ള പല്ല്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മിസ്സിംഗ് ആയിട്ടുള്ള പല്ല് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന പ്രക്രിയ. എങ്ങനെ? സൈഡിലുള്ള രണ്ട് പല്ലും ചെറുതാക്കും. ഈ രണ്ട് പല്ല് ചെറുതാക്കി ഇതിൻ്റെ രണ്ടിൻ്റെയും മുകളിൽ ഓരോ തൊപ്പിയിടുന്നു. അതിനെയാണ് ക്രൗൺ എന്ന് പറയുക. ഈ ക്രൗണിൻ്റെ നടുവിലായിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള പല്ല് സസ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും നമ്മളൊരു പാലം പണിയുന്ന പോലെയാണ്, ക്രൗൺ ആൻഡ് ബ്രിഡ്ജ്. രണ്ട് ക്രൗണിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് പല്ല് വയ്ക്കുമ്പോൾ നമ്മൾ അതൊരു പാലം പണിയാണ്, ക്രൗൺ ആൻഡ് ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ വേറൊരു ഡെപ്പിക്ഷനാണ് ഈ കാണുന്നത്. സൈഡിലുള്ള പല്ല് ചെറുതാക്കി നമ്മൾ ആ പല്ല് വയ്ക്കുന്നു. പലപ്പോഴും ഈ ചെറുതാക്കുന്ന പല്ലിൽ ചിലപ്പോൾ റൂട്ട് കനാലും വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇതാണ് ഡെൻറ്റൽ ബ്രിഡ്ജ്. ഇംപ്ലാന്റ് എന്ന് പറയുന്നത് എന്താ? ആ ഇല്ലാത്ത പല്ലിൻ്റെ പൊസിഷനിൽ നമ്മൾ ഒരു സ്ക്രൂ കയറ്റിയിട്ട്, ഒരു സ്ക്രൂ പതുക്കെ പിരിച്ച് കയറ്റി അതിൻ്റെ അടിയിലുള്ള എല്ലിലേക്കാണ് നമ്മളത് പൊസിഷൻ ചെയ്യുന്നത്. ആ നഷ്ടപ്പെട്ട പല്ലിൻ്റെ ആ റൂട്ട് എങ്ങനെ ഇരുന്നിരുന്നോ അതേ പൊസിഷനിലേക്കാണ് ഈ ഇംപ്ലാന്റ് പോകുന്നത്. ഇതൊരു ടൈറ്റേനിയം സ്ക്രൂ ആണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു സിംഗിൾ ടൂത്ത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഡെൻറ്റൽ ഇംപ്ലാന്റ് ചെയ്യുന്നത് തന്നെയാണ്, നിവൃത്തി ഉണ്ടെങ്കിൽ ഡെൻറ്റൽ ഇംപ്ലാന്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? സൈഡിലുള്ള പല്ല് നമ്മൾ തൊടുന്നില്ല, സൈഡിലുള്ള പല്ലിനെ ഉപദ്രവിക്കുന്നില്ല, സൈഡിലുള്ള പല്ലിൽ റൂട്ട് കനാൽ ചെയ്യേണ്ട, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം നിവൃത്തി ഉണ്ടെങ്കിൽ ഡെൻറ്റൽ ഇംപ്ലാന്റിലേക്ക് പോവുക, സൈഡിലുള്ള പല്ലിനെ തൊടാതിരിക്കുക. അതാണ് എപ്പോഴും നല്ലത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.